18-19 വാക്യത്തിലും ഈ എബ്രായ ലേഖനത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് വിശ്വാസ വീരന്മാരിൽ 4-ാമത്തെ ആളിനെ കുറിച്ചാണ്. ഹാബേലിനെ കുറിച്ച് ചിന്തിച്ചത് ഹാബേലിന്റെ യാഗമാണ് തന്നെ വിശ്വാസ വീരനാക്കിയത്. ഹാനോക്കിന്റെ നടപ്പാണ് തന്നെ വിശ്വാസ വീരനാക്കിയത്. നോഹയുടെ പ്രവൃത്തിയാണ് തന്നെ വിശ്വാസ വീരനാക്കിയത്. വർഷിപ്പ്, വർക്ക് ആൻഡ് വർക്ക്, ഈ 3 കാര്യങ്ങൾ. ഈ 4-ാമത്തെ ആളിനെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 കാര്യവും അബ്രഹാമിലുണ്ട്. യാഗം കഴിക്കുന്ന കാര്യത്തിൽ അബ്രഹാം വളരെ താല്പര്യമുള്ള ആളായിരുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. മാത്രമല്ല, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നുവെന്ന് തന്നെ 18-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. അതുപോലെ തന്റെ പ്രവൃത്തിയിലും ദൈവം എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം താൻ അനുസരിച്ച് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച 3 പേരുടെ ജീവിതത്തിൽ കണ്ട ആ 3 കാര്യങ്ങളും ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട്. തന്നെയല്ല, അവരുടെ എല്ലാ കാര്യം നമുക്ക് എബ്രായ ലേഖനത്തിലെ ഓരോ വാക്യമുണ്ടായിരുന്നു. ഇപ്പോൾ അബ്രഹാമിന്റെ കാര്യം തന്നെ ഈ ലേഖനത്തിലെ ഈ അധ്യായത്തിൽ 6 വാക്യമുണ്ട്. അതുകൂടാതെ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ 25-ാമത്തെ അധ്യായം വരെ മുഴുവൻ അധ്യായങ്ങളും അബ്രഹാമിന്റെ ചരിത്രമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രമാത്രം വിശദമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ ഒരു പഠനത്തിന് എന്തായാലും ഇപ്പോൾ തയ്യാറാകുന്നില്ല. എല്ലാവരുടെയും കുറിച്ച് ഓർത്തതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം മാത്രം ഒരു ക്ലാസ് കൊണ്ട് ഓരോരുത്തരുടെ കാര്യം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സഹായമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 8-ാമത്തെ വാക്യം നോക്കാം. ഹിബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 8. വായിച്ചോ. ഇവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു എന്ന ഹി വെന്റ് ഔട്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് വിട്ട് പുറപ്പെട്ടു, ലെഫ്റ്റ് ആൻഡ് ലീവ്. ആ വാക്ക് തന്നെ തുടങ്ങുന്നത് തന്റെ ജീവിതത്തിൽ വേർപാട് അനുഷ്ഠിച്ചുകൊണ്ടാണ് താൻ മുൻപോട്ട് പോകാൻ തുടങ്ങുന്നത് തന്നെ. വിട്ട് പുറപ്പെട്ടു. അതിന് സഹായമായിരിക്കുന്നൊരു വാക്യമുണ്ട്, വായിക്കേണ്ട. നമ്മൾ മുൻപ് 1-2 പ്രാവശ്യം വായിച്ചതായതുകൊണ്ട് യോശുവ പറയുന്നുണ്ട് 24-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് നദിക്കക്കരയായിരുന്നു. അപ്പോൾ ദൈവം അവനെ വിളിക്കുമ്പോൾ അദ്ദേഹം നദിക്ക് അക്കരയാ. അക്കരന്ന് ഇക്കരെ വന്നു എന്ന് പറയുമ്പോൾ അക്കരെ വിട്ട് ഇക്കരെ വന്നു. അക്കരയും ഇക്കരയും തമ്മിൽ വലിയൊരു വിടവുണ്ട്, ഗ്യാപ്പുണ്ട്. അതാണ് ശരിയായ വേർപാടെന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും അവരവിടുന്ന് പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോൾ കണ്ടതൊരു ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ അക്കരെ എത്തിച്ചു. പിന്നെ കടലിലെ പഴയ പോലെയായി. അപ്പൊ ഇക്കരയും അക്കരയും തമ്മിൽ ഒരു വലിയ വിടവുണ്ട്. അപ്പൊ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ജനം ജീവിതം ആരംഭിക്കുമ്പോൾ, ഉദ്ദേശിക്കുന്നത് വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ വേർപാടിൽ തുടങ്ങിക്കോണമെന്നാണ്. സെപ്പറേഷൻ. വി ഹാവ് ടു കീപ് സെപ്പറേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ദൈവത്തിന് ഇത്രയും താല്പര്യം എന്നാ ഈ വേർപാടിന്റെ കാര്യത്തിന്? അത് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാക്യം തുടങ്ങുന്നതേ ഉള്ളൂ. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. അപ്പൊ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകത്തില്ല. ഇരുള, വെളിച്ചമാ. വിശ്വാസി വെളിച്ചമാ, അവിശ്വാസി ഇരുള. ലോകത്തിൽ ഇരുള, സ്വർഗത്തിൽ വെളിച്ചമാ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ വേർപാട് തുടക്കം മുതൽ ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യം പഠിക്കുമ്പോഴും അദ്ദേഹം തുടക്കത്തിലെ വേർപാട് ആരംഭിച്ച മനുഷ്യനാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആദ്യത്തെ വേർപാടുകാരനാണ് ആരെ? ബ്രദറുകാരനല്ല, വേർപാടുകാരൻ. വേർപാട് പാലിച്ചു. ഇനി പോരുന്നു. സ്വന്തക്കാര്, ചാർച്ചക്കാര്, പ്രതിഭവൻ എല്ലാം വിട്ടിങ്ങി പോരുന്നു. അത് അക്കരെ നിക്കരെ വന്നു. ഇനി തിരിച്ചു പോകാൻ ഇച്ചിരി പാടാ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേർപാട് സൂക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. ഈസിയായിട്ട് മടങ്ങിപ്പോകാവുന്ന സ്ഥലത്തൊന്നും പോയി നിൽക്കരുത്. അത്യാവശ്യം വന്നാൽ പഴയ പള്ളിയിലെ പെരുന്നാളിനൊന്ന് പോകാം. അത്യാവശ്യം വന്നാൽ പഴയ അമ്പലത്തിലെ ഉത്സവത്തിന് മാറി നിന്ന് കാണാം. അത്രമാത്രം അടുത്ത് നിൽക്കരുത്. തുടക്കത്തിൽ എന്ത് വേണം?
വേർപാട് സൂക്ഷിച്ചു വേണം. ആ വേർപാട് അങ്ങനെ വേർപെട്ട് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. ഞാനതിന് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ വേർപാട് തുടങ്ങി എന്നതിന് തെളിവ് 2-3 വാക്യങ്ങൾ പറയാം. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളെന്ന് കർത്താവ് പറഞ്ഞു യഹൂദന്മാരോട്. അപ്പോൾ നമ്മൾ യേശുവിനെ കർത്താവ് സ്വീകരിച്ചപ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായി? ദൈവമക്കളായി. അപ്പോൾ ഈ പിശാച് അപ്പനായിരുന്നു, ഇപ്പോൾ ദൈവം അപ്പനായി. വേർപാട് തുടങ്ങി. നിങ്ങൾ മുമ്പ് ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാണ്. മുമ്പ് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിലായി. മുമ്പ് നിങ്ങൾ മരണത്തിന് അധീനരായിരുന്നു, ഇപ്പം നിങ്ങൾ നിത്യജീവനുണ്ടായി. ഇങ്ങനെ വാക്യങ്ങളൊക്കെ വായിച്ചാൽ തുടക്കത്തിൽ തന്നെ നാം അറിഞ്ഞോ അറിയാതെയോ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേർപാട് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അനുദിനം മുൻപോട്ട് പോകുമ്പോൾ അബ്രഹാം 175 വയസ്സ് വരെ ജീവിച്ചിരുന്നു. തന്നെ വിളിച്ചപ്പോൾ 75 വയസ്സായിരുന്നു. 100 വയസ്സാണ് താൻ യഥാർത്ഥ വേർപാടുകാരനായിട്ട് ജീവിച്ചത്, 100 വർഷം. അപ്പോൾ നമ്മളിങ്ങനെ വേർപാട് പാലിച്ചുകൊണ്ട് പോകുമ്പോൾ വചനം പഠിക്കുകയും വായിക്കുകയും ഗ്രഹിക്കുകയും മീറ്റിങ്ങുകളിൽ പോവുകയും കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിൽ വേർപാട് പാലിക്കണം. ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ 2-ാമത്തെ ലേഖനം, അതിന്റെ 10-ാമത്തെ വാക്യം. 2 John verse 10, 2-ാം ലേഖനം 10-ാമത്തെ വാക്യം. അവിടെ യോഹന്നാൻ പറയുന്നത്, ഈ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുത്തനോടും കൂട്ടായ്മയില്ല. ഉണ്ടോ? ഇല്ല. അവനോട് കുശലം പോലും പറയരുത്. അവൻ വീട്ടിൽ കൈക്കൊള്ള പോലും പത്യോപദേശം പറയാത്ത, ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, ക്രിസ്തു ജഡത്തിൽ വന്നെന്ന് വിശ്വസിക്കാത്ത, ക്രിസ്തുവിന്റെ ദൈവത്വം വിശ്വസിക്കാത്ത, ക്രിസ്തുവിന്റെ ക്രൂശമരണം വിശ്വസിക്കാത്ത ഏതൊരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും, എത്ര സ്നേഹത്തോട് ഇടപെട്ടാലും അവർക്ക് കൈ കൊടുക്കുവാൻ പോലും പാടില്ല. കൈ കൊടുക്കുന്ന ആര് തമ്മിലെന്നറിയാമോ? എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തിൽ യോജിച്ചിരിക്കുന്നുവെങ്കിൽ കൈ തരാനാണ് പറഞ്ഞേക്കുന്നത്. അതാ ബൈബിളിലെ വാക്യം. മനസ്സിലായോ? അതായത് ഹൃദയം യോജിപ്പില്ലാത്ത നമ്മൾ കൈ കൊടുക്കാൻ പ്രമാണമൊന്നുമില്ല. വീട്ടിൽ കയറ്റരുതെന്ന, കുശലം പറയില്ലെന്ന ഉറങ്ങാൻ വാക്യമില്ലയോ? അങ്ങനെ ഉണ്ട്. എന്താ എൻ്റെ അർത്ഥം? സഹോദരൻ എന്തോ ക്ഷേമമായിരിക്കുന്നു എന്ന് പോലും ചോദിക്കരുത്. അത്ര കഠിനമാണ് ദുരുപദേശക്കാർ. അതുകൊണ്ട് നമ്മൾ വേർപാട് പാലിക്കേണ്ടത് ആദ്യം ദുരുപദേശത്തിൽ നിന്നാണ്. ദുരുപദേശം ഒരിക്കലും നമ്മൾ അംഗീകരിച്ച് കൂടാ എന്നാ പറഞ്ഞ എൻ്റെ ആശയം. ഇനി ഇദ്ദേഹം പാലിച്ചൊരു വേർപാടുണ്ടാരാ? ഈ നമ്മുടെ അബ്രഹാം തൻ്റെ സഹോദരന്റെ പുത്രനായ ലോത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നല്ലോ. 2 പേരും കൂടെ ദേശത്ത് പാർത്തു. 2 പേർക്ക് കന്നുകാലുണ്ടായിരുന്നു, 2 പേർക്ക് സമ്പത്തുണ്ടായിരുന്നു, 2 പേർക്ക് ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ജോലിക്കാർ തമ്മിൽ വഴക്കുണ്ടായി. അത് ഉൽപ്പത്തി 13-ാമത്തെ അധ്യായത്തിലുണ്ട്. അപ്പോൾ അബ്രഹാം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ സഹോദരന്മാരല്ലേ? ഇവിടെ വഴക്കുണ്ടാക്കാനായിട്ട് ആ ഭാഗം എടുത്തി. ഉൽപ്പത്തി 13-ാം അധ്യായം, ഉൽപ്പത്തി 13, ജെനസിസ് 13, അതിൻ്റെ 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി 13-ന്റെ 8, 9 വാക്യം ഒന്ന് വായിച്ച്. പിണക്കം ഉണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ. മതി. ഇവിടെ അബ്രഹാം പറയുന്നത്, ഇപ്പൊ നമ്മൾ സഹോദരന്മാരാ, നമ്മൾ ദേശത്ത് പാർക്കുക, നമ്മൾ അന്യദേശത്ത് പാർക്കുക, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ പരദേശികളാ. തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോ. അതിൽ ഏറ്റവും നല്ല സ്ഥലം, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കിയെടുത്തെങ്കിൽ പൊക്കോ. ഞാൻ നല്ല സ്ഥലം നോക്കിയെടുത്തേക്കാം, ബാക്കി തരാമെന്നല്ല പറഞ്ഞത്. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള എടുത്തു. എനിക്ക് മരുഭൂമി ആയാലും മതി, ഒന്നുമില്ലാത്തതായാലും നീ ഇഷ്ടമുള്ള എടുത്തു. പക്ഷേ വഴക്കുണ്ടാക്കരുത്. വിശ്വാസികൾ വേർപാട് പാലിക്കേണ്ട 2-ാമത്തെ മേഖലയായത്. 1-ാമത്തേത് ഉപദേശകാര്യത്തിൽ വേർപാട് പാലിക്കണം. 2-ാമത്തേത് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ, ഇവിടെ അബ്രഹാം പറയുന്നത് വഴക്കുണ്ടാക്കാൻ പാടില്ല, നമ്മൾ സഹോദരന്മാരാ. ആൾക്കാർ നോക്കുന്നത് ഞാൻ നിങ്ങളും ഉപദേശം പാലിക്കുന്നത് മാത്രമല്ല, ഞാൻ നിങ്ങളും വഴക്കുണ്ടാക്കാൻ നോക്കിയിരിക്കും ആൾക്കാരെ കുറ്റം പറയാൻ. അതുകൊണ്ട് ദേശത്ത് ജാതികൾ പാർക്കുന്നു അബ്രഹാം പറയുക. അബ്രഹാം വലിയ ഭയമാത്, വലിയ ഭാരമാത്. അതുകൊണ്ട് അവനെ വിളിച്ച് കാര്യമായിട്ട് പറഞ്ഞു, പോകുന്നേ പൊക്കോളം പറഞ്ഞു. അങ്ങനെ വേർപെട്ടു. അപ്പോൾ ആ കാര്യത്തിലും താൻ വേർപാട് പാലിച്ചു. ദേശത്ത് സാക്ഷ്യം നിലനിർത്തുവാൻ വിശ്വാസികളോട് ഒരു വാക്ക് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോവുക, വഴക്കുണ്ടാക്കരുത്. അത്രേ ഉള്ളൂ. ഒരു കാരണവശാലും വഴക്കുണ്ടാക്കരുത്.
സമാധാനമായിട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. മൂന്നാമത് താന് സമൂഹത്തിൽ പാലിച്ച വേർപാട് 23-ാമത്തെ അധ്യായത്തിലുണ്ട്, വായിക്കണ്ട. തൻ്റെ ഭാര്യ സാറ മരിച്ചു. താൻ അവിടെ ഇരുന്ന് കരഞ്ഞു, വിലപിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റു. ആ ദേശക്കാരായ ഹിത്യരെ അവരെ ആളുകളെയും പ്രഭുക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാനിവിടെ പരദേശിയായിട്ട് പാർക്കുക, കൂടാരം അടിച്ചടിച്ച് പോവുകയാണല്ലോ അങ്ങോട്ടെ. എനിക്കിവിടെ സ്ഥലമൊന്നുമില്ല. എൻ്റെ ഭാര്യ അടക്കം ചെയ്യുവാനായിട്ട് എനിക്ക് സ്ഥലം തരണം. ഒരു ഗുഹ വളർന്നിട്ട് ആ സ്ഥലം എനിക്ക് തരണം. ന്യായമായ വില തരാം. അപ്പോൾ അവരങ്ങ് എഴുന്നേറ്റിട്ട് അബ്രഹാം ഞങ്ങൾ ബഹുമാനിച്ചിട്ട് പറഞ്ഞു, യജമാനെ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാ. ഞങ്ങൾ അത്രമാത്രം നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. നിനക്ക് സ്ഥലം വേണോ നീ എടുത്തു, കല്ലറ വേണോ നീ എടുത്തു, എല്ലാം ഫ്രീ ആയിട്ട് തരാം. അബ്രഹാം എന്താ പറയുന്നറിയാമോ? എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ പിടിപ്പത് വില തരാം. പിടിപ്പത് വില, അതായത് നാട്ടിൽ നിലവിലുള്ള വില തന്നെ വാങ്ങിക്കത്തുള്ളൂ. അതൊരു വേർപാടാണ്. എന്തെന്നറിയാമോ? വിശ്വാസികൾക്ക് ദൈവം ധാരാളമായിട്ട് തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം തന്നിട്ടുണ്ട്. ഭൂമി ജീവിപ്പാൻ ആവശ്യമുള്ള ആനുകൂല്യങ്ങൾ തരും. ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യം തരും, സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് തരും, സമാധാനം ആവശ്യമുള്ള തരും, ദൈവം നമുക്ക് ആവശ്യമുള്ള തരും. നമ്മൾ മറ്റൊരുത്തിൽ നിന്ന് ആവശ്യമില്ലാത്തത് ആഗ്രഹിക്കരുത്, ആവശ്യമില്ലാത്തത് പ്രാപിക്കരുത്. അബ്രഹാമിന് ഒരു രാജാവ് പറഞ്ഞായിരുന്നല്ലോ ഒരിക്കൽ, 14-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. ചില ആൾക്കാരെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് അബ്രഹാം വരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ രാജാവ് പറഞ്ഞു, നീ കൊള്ള വസ്തു എല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, എനിക്ക് ഒരു ചെരുപ്പിന്റെ വള്ളി പോലും വേണ്ട, നീ എന്നെ ധനിയനാക്കി എന്ന് പറയാനായിട്ട്. ഞാനൊരു തമാശ വാക്ക് പറയാൻ പാടില്ലെങ്കിലും പറയുക, ഓസി കിട്ടിയാലും ആസിഡ് അന്നേലും കുടിക്കുന്നവരാ ചില ആൾക്കാരെ. പാടില്ല. നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്. എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് നിന്റെ ചെരുപ്പിന്റെ വള്ളി പോലും വേണ്ട, നീ എന്നെ ധനവാനാക്കിയെന്ന് പറയാൻ പാടില്ല എന്ന് അബ്രഹാം പറഞ്ഞത് ഉൽപ്പത്തി 14-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ്. അതിന് 15-ന്റെ 1-ാം വാക്യം വായിച്ച്, ഉൽപ്പത്തി 15:1. ഉടൻ തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന് പറയാൻ നോക്കിയേ. ജെനസിസ് ചാപ്റ്റർ 15:1. അവിടെയാണ് നമ്മൾ ബലപ്പെടേണ്ടത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. പരിചയം എന്തിനാ? പരിചയ യുദ്ധം നടക്കുമ്പോൾ സംരക്ഷണത്തിനാ പരിചയ. നീ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിട്ട് മടങ്ങി വന്നിരിക്കുക സമ്പത്തുമായിട്ട്. രാജാവ് പറഞ്ഞു സമ്പത്ത് എടുത്തോളാൻ, നീ പറഞ്ഞു നിനക്ക് വേണ്ടാന്ന്. ഉടനെ കർത്താവ് പറയാം, ഞാനാണ് നിന്റെ പരിചയ, ഇനി മേലിലും പ്രതികൂലം വന്നാൽ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. മാത്രമല്ല ഞാനാണ് നിന്റെ മഹാ പ്രതിഫലം. നാട്ടുകാരുടെ ഒന്നും വാങ്ങിക്കണ്ടെന്ന് മനസ്സിലായോ? അവിശ്വാസികളോട് നാം ആ നിലയിൽ വേണം ബന്ധപ്പെട്ടു പോവാൻ. ആവശ്യമുണ്ടെങ്കിൽ നാം സഹായിക്കുവാൻ സന്നദ്ധരായിരിക്കണം. കർത്താവിന്റെ മക്കൾ ആവശ്യമില്ലാത്തടത്തു നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കാമെന്ന ചിന്ത ശരിയല്ല. അബ്രഹാം അക്കാര്യത്തിൽ നല്ല മാതൃകയാണ്. ദാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് താനത് വേണ്ടെന്ന് പറഞ്ഞു പോയി. 1 ഉപദേശകാര്യത്തിൽ വേർപാട്, 2 സമൂഹത്തിൽ വേർപാട്, 3 ധാർമ്മിക കാര്യത്തിലും വേർപാടുണ്ടായിരിക്കണം. 2 Corinthians 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നമ്മളിത് കല്യാണത്തിന് മാത്രം പറയുന്ന വാക്കാ, കല്യാണത്തിന് മാത്രമല്ല. അവിശ്വാസികളോടുള്ള ആത്മീയ ബന്ധം പാടില്ല. ആത്മീയ ബന്ധം, ശുശ്രൂഷയ്ക്ക് അവരോട് കൂടാൻ പറ്റത്തില്ല, മറ്റു പല കാര്യങ്ങൾക്കും. അപ്പം ആ വിഷയം വരുമ്പോൾ നമ്മൾ വേർപാട് സൂക്ഷിച്ചോണം. നമുക്ക് സ്വന്തമുള്ള, നമുക്ക് ബന്ധമുള്ള പലരുണ്ട്. നമ്മൾ സാമുദായിക ചുറ്റുപാട് രക്ഷിക്കപ്പെട്ടു വന്നാന്നിരിക്കട്ടെ. അപ്പോൾ ആ സാമുദായിക ചുറ്റുപാടിൽ അവരുടെ കുഞ്ഞുങ്ങളെ മാമോദിസ കഴിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ, അതൊരു ആത്മീയ ശുശ്രൂഷയാണ്. അതിന് നമ്മളെ വിളിച്ചാൽ പോകാമോ എന്നാണ് പലരുടെയും ചോദ്യം. അതെങ്ങനെ പോകാൻ പറ്റുന്നത്? അത് തികച്ചും വചനവിരുദ്ധമായ ഒരു കാര്യമായതുകൊണ്ട്, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് വളരെ സ്നേഹത്തോടെ അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നമ്മൾ വേർപാട് പാലിക്കണം. അങ്ങനെ പല കാര്യങ്ങളിലും ഒരാൾ മരിച്ചാൽ, രോഗിയായി കിടന്നാൽ, മരിച്ചാൽ അടക്കത്തിന് ഒക്കെ പോകണം. അത് അവിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും പോകണം, സ്വന്തക്കാരാണെങ്കിലും അല്ലെങ്കിലും പോകണം. പാട്ടും പ്രാർത്ഥനയും ഊണും ചാപ്പാടും ഒക്കെ ഉണ്ടല്ലോ, ചാത്ത ഊണും ഒക്കെ ഉണ്ടല്ലോ. ആത്മാവിന് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയും. അതിന് വിളിക്കുമ്പോൾ പറയണം, അതിന് ഞാൻ വരത്തില്ല. ഇനി തീരെ അങ്ങ് പറഞ്ഞ് ഒഴിയാൻ മേത്ത ആൾക്കാരാണെങ്കിൽ അതെപ്പോഴാ എവിടെ വെച്ചെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് അവസാനിപ്പിച്ചങ്ങ് വിട്ടേക്കണം. ഒരു കാരണവശാലും പോകാൻ പാടില്ല. കാരണം എന്നാ, നമുക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ല, ഒരു പ്രമാണം ബൈബിളിലില്ല. നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ടാൽ അപ്പം തന്നെ നിത്യതയിലെത്തുക. അതിനുശേഷം ഒരു ക്രിയ നടത്തുവാൻ
പ്രാർത്ഥന നടത്തുവാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് സ്വന്തക്കാരുടെ വീട്ടിൽ പോലും പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ വേർപാട് പാലിക്കണം. ഞാനിത് പറയുന്നത് കഴിഞ്ഞ മാസവും ഒരു കാര്യത്തിന് പോകാതിരുന്നിട്ട് തന്നെ പറയുക. അങ്ങനെ പാലിക്കണം. അപ്പോൾ എവിടെയൊക്കെ പാലിക്കണം? ഉപദേശകാര്യത്തിൽ വേർപാട്, സമൂഹത്തിൽ വേർപാട്, ധാർമ്മിക ജീവിതത്തിൽ വേർപാട്. ആരോടും നമ്മൾ ആ കാര്യത്തിൽ ഭാരപ്പെടാനായിട്ട് സാരമില്ല. അവർ പിണങ്ങുന്നെങ്കിൽ പിണങ്ങട്ടെ, കർത്താവിനെ പിണക്കാതിരിക്കാൻ നോക്കിക്കോണം. കർത്താവിനെ പിണക്കിയാൽ വീരന്മാരാകത്തില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം നോക്കിക്കോണം. അബ്രഹാം കർത്താവിനെ പ്രസാദിപ്പിച്ച ആളാണ്. ഇങ്ങനെ നമ്മൾ വേർപാട് പാലിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മീയ ഉത്തേജനം ഉണ്ടാവും. ഞാൻ കർത്താവിനെ ബഹുമാനിക്കുന്നല്ലോ, വചനം പാലിക്കുന്നല്ലോ, വേർപാട് പാലിക്കാൻ സാധിക്കുന്നല്ലോ, ആ ഒരു തികഞ്ഞ സന്തോഷത്തോടെ തൃപ്തിയോടെ നമുക്ക് തന്നെ ജീവിപ്പാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പം കാഹള ശബ്ദം കേൾക്കാം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും വാക്യം അറിയാമല്ലോ, നമ്മളങ്ങ് എടുത്തു കൊള്ളപ്പെടും. ആ വേർപാട് അവിടെ പൂർണ്ണമാകുക. പിന്നെ നമ്മളൊന്നും ബുദ്ധിമുട്ടണ്ട, കഷ്ടപ്പെടണ്ട. എങ്ങനെ ജീവിക്കും, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു ഓർക്കാനേ ആവശ്യമില്ല. ഒരു പ്രത്യേക ശരീരം നമുക്ക് കിട്ടുന്നു, വേർപാട് പൂർത്തിയാകുന്നു. ഇനി ഞാൻ അതിൻ്റെ തിരിച്ചൊരു വാക്ക് പറയാം. ഇവിടെ നമ്മൾ വേർപാട് സൂക്ഷിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിച്ചാലും കുറവ് കാണിച്ചാലും പെർഫെക്റ്റ് സെപ്പറേഷൻ ഉണ്ടാകും. കർത്താവിന് വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടും, വേർപാട് പൂർണ്ണമാകും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ പാലിക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായോ? അത് പ്രതിഫലത്തെ ബാധിക്കും. പ്രതിഫലമാണ് നമ്മളെ വീരന്മാരാക്കുന്നത് എന്ന് ഓർത്തോണം. അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ മടങ്ങി വരാം. എബ്രായർ 11:10 വാക്യത്തിൽ വായിക്കുന്നത്, അബ്രഹാം എന്ത് ചെയ്തെന്നാണ്? അബ്രഹാം കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായിട്ട് ഇവിടെ കൂടാരങ്ങളിൽ പാർത്തു. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. എന്ന് പറഞ്ഞാൽ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിക്കുമ്പോൾ തനിക്ക് 100 വയസ്സായിരുന്നു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിക്കുമ്പോൾ ഇസ്ഹാക്കിന് 60 വയസ്സായിരുന്നു. അപ്പോൾ അബ്രഹാമിന് 160 വയസ്സ്. അബ്രഹാം മരിക്കുന്നത് 175 വയസ്സിലാണ്. അപ്പോൾ അബ്രഹാം 15 വർഷം യാക്കോബിന്റെ കൂടെയും താമസിച്ചു. അല്ലെങ്കിൽ അബ്രഹാമിന്റെ കൂടെ 15 വർഷം യാക്കോബും താമസിച്ചു. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും 3 തലമുറ ഒന്നിച്ച് പാർത്തു. കർത്താവിൻ്റെ ഭവനത്തിനായിട്ട് ഇങ്ങനെ കാത്തിരുന്നു എന്നാണ് 9-10 വാക്യം. ഞാൻ ആ കണക്ക് പറഞ്ഞത് ആവശ്യമുണ്ട്, പിന്നെ ചോദിച്ചാൽ ഞാൻ വാക്യം പറഞ്ഞുതരാം. അവർ കാത്തിരുന്നു. കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. അബ്രഹാം കാത്തിരുന്നത് 2 ഘട്ടമായി നമുക്ക് തിരിക്കാം. ആദ്യമേ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് 75 വയസ്സിലാണ്. ഉൽപ്പത്തി 12 അപ്പോഴേ പറഞ്ഞായിരുന്നു, ഞാൻ നിനക്ക് സന്തതിയെ തരും, അത് മുഖാന്തരം ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. 21 വായിക്കുമ്പോഴാണ് അബ്രഹാമിൻ്റെ സന്തതി ഉണ്ടാകുന്നത്. അപ്പോൾ അബ്രഹാം എത്ര വയസ്സാ? 100 വയസ്സ്. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി തന്നെ എത്ര നാൾ കാത്തിരുന്നു? 25 വർഷം. 25 വർഷം കാത്തിരുന്നു. അതിനുശേഷം തൻ്റെ മരണം 175 വയസ്സിലാണ്. ബാക്കി 75 വർഷം കൂടെ താൻ കർത്താവിനായിട്ട് കാത്തിരുന്നു. ആകെ 100 വർഷം താൻ കർത്താവിന് വേണ്ടി വളരെ പ്രത്യാശയോടെ കാത്തിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. ഈ കാത്തിരുന്നു പറഞ്ഞതിൻ്റെ ആശയം ഒരിടത്ത് വെറുതെ ഇരുന്നെന്നല്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തവനാണ്, അവനോ നിവർത്തിച്ചുകൊള്ളും എന്ന ബോധ്യത്തിൽ മകന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. അപ്പം തന്നെ താൻ ജോലി ചെയ്യുന്നു, പല കാര്യം ചെയ്യുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷവും തന്നെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, പല കാര്യം ചെയ്യുന്നുണ്ട്. അവർ കാത്തിരിക്കുന്നത് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. നമ്മളും കാത്തിരിക്കുന്നവരാ. ഇവിടെ എന്തോ കാത്തിരിക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും. അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പ്രതീക്ഷ എന്തുവാ? അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരുന്നൊരു ദിവസമുണ്ടെന്ന് നാം കാത്തിരിക്കുന്ന പറഞ്ഞ ആശയം വെറുതെ കുത്തിരിക്കുക എന്നാണ്. അല്ല, നമ്മളൊക്കെ ജോലിക്ക് പോകുന്നു, അധ്വാനിക്കുന്നു, വീട്ടിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, ഇപ്പൊ മീറ്റിങ്ങിന് വന്നു, ഇങ്ങനെ പല കാര്യം ചെയ്യുന്നു. അതിന് ആ കാത്തിരിപ്പ് എന്ന് പറഞ്ഞതിന്റെ ആശയം അതിനുവേണ്ടി ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുന്ന, പ്രാക്ടിക്കലി അത് വെളിപ്പെടുത്തുന്ന അതിന്റെ അർത്ഥം. കാത്തിരുന്നു. ഈ കാത്തിരിക്കുമ്പം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? താമസം വരികയാണെങ്കിൽ
ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ താമസം വരുവാണെങ്കിൽ നമ്മുടെ തീരുമാനത്തിനോ അഭിപ്രായത്തിനോ മനോഭാവത്തിനോ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു ബസ് വരുന്നു, കോഴിക്കോട്ട് നിന്ന് ഒരു ബസ് ട്രിവാൻഡ്രത്തിന് പോകുന്നു. അതിന് ചെങ്ങന്നൂർ പോയിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് വരണം. അതിന് വരുന്ന ആൾ നമ്മളിവിടെ കാത്തിരിക്കും, നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വണ്ടി ലേറ്റ് ആകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ക്ഷീണമുണ്ടായി, നമ്മൾ അങ്ങോട്ട് മാറി ചായ കുടിക്കാൻ പോയി. ആ സമയത്ത് വണ്ടി വന്ന ആൾ അവിടെ ഇറങ്ങി നിൽക്കുക, നമ്മളെ കാണുന്നില്ല. ബുദ്ധിമുട്ടായില്ലേ? നമ്മൾ ചായ കുടിച്ച് വരുമ്പോഴത്തേക്ക് തമ്മിൽ കാണുമ്പം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയും നേരം കഷ്ടപ്പെട്ടു, വെയിലും കൊണ്ട് ഇവിടെ നിന്നിട്ട് തക്ക സമയത്ത് ഞാൻ അങ്ങോട്ട്. കാത്തിരിപ്പ് താമസിച്ചാൽ തെറ്റായ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മോശ ദൈവമക്കളെ കൊണ്ട് അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നു. മരുഭൂമിക്ക് ഇപ്പുറത്ത് വെച്ച് സമുദ്രത്തെ ഉണക്കി അവരെ അക്കരെ കൊണ്ടുപോയി. അവർക്ക് കയ്പുള്ള വെള്ളം മധുരമാക്കി കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. മോശമായിട്ടൊരു നല്ല ഹൃദ്യത അവർക്കുണ്ടായി. അപ്പോൾ മോശ ദൈവം വിളിച്ചു, ഇവിടെ കയറി വാന്ന് പറഞ്ഞ് വിളിച്ച് പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയിട്ട് പ്രമാണം കൊടുക്കുക, ന്യായപ്രമാണം കൊടുക്കുക, 10 കൽപ്പന കൊടുക്കുക, എഴുതി കൊടുക്കുക. 40 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. വായിച്ച ഒരു വാക്യം 32-ാം അധ്യായം പുറപ്പാട് പുസ്തകം. അവിടെ മോശയെ കാണാഞ്ഞത് കൊണ്ട് മോശ താമസിക്കുന്നു എന്നവിടെ വാക്യം 32:1. അപ്പൊ ഈ കാലതാമസം വരുമ്പോൾ വായിച്ചേ മനസ്സിലായോ? താമസിക്കുന്നു കണ്ടപ്പോൾ, താമസിക്കുന്നു എന്നുള്ളത് ആരുടെ ചിന്തയില്ല താമസം വരുന്നത്? ജനങ്ങളുടെ ചിന്തയില്ല. ദൈവത്തിന് താമസമാണോ? ദൈവം വിളിച്ചേക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാ, പ്രത്യേക കണക്കോടുകൂടിയാ. ആ 40 ദിവസം അവിടെ ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിനറിയാം. അതനുസരിച്ച് വിളിച്ചടുത്തിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇവര് വിചാരിച്ചത് താമസിക്കുന്നു എന്നാണ്. എന്റെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ചില വിഷയങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നാളുകളേറെ ആയിട്ടും മറുപടി കിട്ടിയില്ല എന്ന കാരണത്താൽ താമസിക്കുന്നു എന്നാരും വിചാരിക്കരുത്. താമസിക്കുകയല്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ മറുപടി തരത്തുള്ളൂ. സമയം താമസിക്കുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ നാം തെറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. ലാസറിന് രോഗം വന്നു. സഹോദരിമാർ ആളയച്ച് പറയിപ്പിച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. കർത്താവ് വന്നോ? ഇല്ല. മരിച്ചിട്ട് വന്നോ? ഇല്ല. അടക്കത്തിന് വന്നോ? ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് കർത്താവ് വരുവാൻ താമസിക്കുന്നു. ഇല്ല, താമസിച്ചില്ല. 4 ദിവസമായപ്പോൾ നാറ്റം വെച്ചപ്പോൾ അവൻ വന്നു. നമ്മുടെ ചിന്തയിൽ അത് ഒത്തിരി താമസിച്ചു പോയി എന്നുള്ളതാ. ഇല്ല, അവിടെ നമ്മൾ കണ്ടല്ലോ, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. 10 കന്യകമാരുടെ ചരിത്രം കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്? മണവാളനെ കാത്തിരിപ്പാൻ 10 കന്യകമാർ പോയി. 10 കന്യകമാരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ട്. 10 പേരും മണവാളം വരാനായിട്ട് കാത്തിരിക്കുക. മണവാളം വരാൻ അല്പം താമസിച്ചു. അങ്ങനെ വാക്യം 10:25 വായിക്കണ്ട. 10 പേരും മയക്കം പിടിച്ച് ഉറങ്ങിയെന്നാ. 10 പേരും മയക്കം പിടിച്ച്. ഈ 10 പേരിൽ 5 പേരാരാ? ബുദ്ധിയില്ലാത്തവരാ. 5 പേരാരാ? 10 പേരും ഉറങ്ങി. 10 പേരും മയക്കം പിടിച്ച് ഉറങ്ങിയെന്താ? എന്താ കാര്യം? മണവാളം വരാൻ താമസിക്കുന്നു ഇവര് ചിന്തിച്ചു. മണവാളം താമസിക്കുമോ? ഇല്ല. മണവാളിന്റെ പെർഫെക്റ്റ് ടൈമുണ്ട്. ആ സമയത്ത് തന്നെ മണവാളം വന്നിരിക്കും. കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്തെ കർത്താവ് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അബ്രഹാമിനെ സംബന്ധിച്ച് 100 വർഷം, 75 വയസ്സിൽ ആരംഭിച്ചത് 170 വയസ്സ് വരെ 100 വർഷം താൻ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിനായിട്ട് ഓരോ ഘട്ടങ്ങളിലും കാത്തിരുന്ന് മുൻപോട്ട് പോയി. എത്ര ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ് അദ്ദേഹം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണല്ലോ ബെഥെസ്ദ കുളക്കരയിലെ ഒരു രോഗിയുടെ കാര്യം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. 38 വർഷമായിട്ട് മനുഷ്യൻ അവിടെ കിടക്കുക. 38 വർഷം. ഈ കുളം കലക്കാൻ ആൾക്കാർ വരുന്നതിൻ്റെ കൃത്യസമയമൊന്നും നമുക്കറിയത്തില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും അനേക പ്രാവശ്യം, ആയിരക്കണക്കിന് പ്രാവശ്യം ആ കുളം കലക്കിയെന്ന് വിചാരിക്കാം. അദ്ദേഹം അവിടെ വീണ് കാണിച്ചത്. ഇപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ തെള്ളിയിട്ട് കാണും. പക്ഷെ ആദ്യം ചെല്ലുന്നവർ മാത്രമേ സൗഖ്യം പ്രാപിക്കത്തുള്ളൂ. എന്തായിരുന്നാലും കൊള്ളാം, 38 വർഷം ഈ മനുഷ്യൻ ക്ഷമയോടെ അവിടെ കാത്തു കിടന്നു. ക്ഷമയോടെ കാത്തു കിടന്നു. ഞാനത് പറയുമ്പോൾ ഒരു വാക്ക് ഇരിക്കുന്നവരോട് പറയട്ടെ. 38 വർഷമായിട്ട്
പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത കാലം ഇവിടെ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിലും മടുത്തു പോകണ്ട. ആ മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. 38 വർഷമായിട്ടും താൻ ആരെയും വിളിച്ച് എനിക്ക് വയ്യ അവിടെ കിടക്കാൻ, എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടിട്ടേരെ എന്ന് പറഞ്ഞില്ല. 37ാമത്തെ വർഷത്തിൽ പറഞ്ഞിരുന്നെങ്കിലും തനിക്ക് സൗഖ്യം കിട്ടുമായിരുന്നോ? ഇല്ല. താൻ ആ കൃത്യസമയം വരെ അവിടെ കഷ്ടം അനുഭവിച്ചാണെങ്കിലും കിടന്നു. അതുകൊണ്ട് സംഭവിച്ചു, തനിക്ക് സൗഖ്യമുണ്ടായി, രോഗസൗഖ്യമുണ്ടായി, ആത്മസൗഖ്യമുണ്ടായി. അന്ന് ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് തീർന്നു. അപ്പോൾ ഈ പറഞ്ഞു വന്നതിന് സാരം, സമയം താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സ് മാറി തെറ്റിലേക്ക് ചാഞ്ഞു പോകരുത്. ഒരു കാര്യത്തിൽ നമ്മൾ ഒത്തിരി ഭാരവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട്. ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരിക്കുന്നത് കൊണ്ട് പരാജയപ്പെട്ടു പോകണമെന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. ഇനി കാലതാമസം കൊണ്ട് ഈ അബ്രഹാമിന് ചെറിയൊരു പരാജയം ഉണ്ടായി. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാനത് മനഃപൂർവ്വം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം അദ്ദേഹം വീരനല്ലയോ, വീരനാകുമ്പോൾ അത് പറയണ്ടെന്ന് ചോദിച്ചു. എങ്കിലും ഒന്ന് പറയുക. ഇടയ്ക്കൊരു പരാജയം ഉണ്ടായി. ആ പരാജയം ഉണ്ടായത് 25 വർഷത്തെ കാലയളവിലാണ്. 75 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള 25 വർഷത്തെ കാലയളവിലാണ് പരാജയം ഉണ്ടായത്. പക്ഷെ ശേഷിക്കുന്ന 75 വർഷമോ വിജയമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ കുറവുകളോ പരാജയങ്ങളോ ബലഹീനതയോ ഒക്കെ സംഭവിച്ചു എന്ന് വരാം. പാടില്ല, എങ്കിലും വരാം. കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ബലപ്പെടണം. പിന്നെ ഈ എപ്പോഴും വീഴുക എഴുന്നേക്കുക എന്നുള്ള ശരിയായ കാര്യമല്ല. എന്തായാലും അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അബ്രഹാമിന് പരാജയം ഉണ്ടായ കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അത് ആ പ്രാരംഭകാലത്ത് 25 വർഷത്തെ കാലയളവിലാണ്. അതിനുശേഷമുള്ള 75 വർഷം ഒരു റിമാർക്കുമില്ല. അത് നമ്മൾ കരുതിക്കൊള്ളേണ്ട കാര്യമാണ്. അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് എന്ന കാര്യം നാം മറന്നുപോകൽ. ദൈവത്തിന് അസാധ്യമായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് നാം മടുത്തു പോകേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കാം. മടങ്ങി വന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, വേഴ്സ് 17. മതി. ഇസാക്കിനെ യാഗം അർപ്പിച്ചിട്ട് ഇസാക്കിനെ തിരികെ പ്രാപിച്ചു. വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെട്ടു. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, യാഗം അർപ്പിക്കുന്ന കാര്യത്തിലും അബ്രഹാം ഹാബേലിന്റെ കൂട്ട യാഗാർപ്പണം നടത്തി. ഇവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെട്ടു. ഈ യാഗം അർപ്പിക്കുന്ന കാര്യത്തിൽ എന്തിനാ അബ്രഹാമിനെ പരീക്ഷിച്ച് ചോദിച്ചാൽ, യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഒരു ഹാബിറ്റായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞാൽ വായിച്ചോ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അബ്രഹാം ദൈവം വിളിച്ചപ്പത്തെ ചെയ്തെന്ന് നോക്കി. 7-ാമത്തെ വാക്യം, 12-7. ഉൽപ്പത്തി 12-7. ഒരു യാഗം ഇവിടെ പണിതു, അവിടെ തന്നെ പണിതു. 8-ാം വാക്യം. അവിടെ യാഗം പണിതു. 13-ന്റെ 3-ാം വാക്യം. 13-3-ാം വാക്യം. മതി. അതിന്റെ 18-ാം വാക്യം, വേഴ്സ് 18. മതി. ഇനി 21-ാം അധ്യായത്തിലുണ്ട്, വായിക്കണ്ട. ഒരാശയം കിട്ടി, ഒരു കാര്യം മനസ്സിലായല്ലോ. എവിടെ ഇദ്ദേഹം പോയി താമസിക്കുന്നുവോ അവിടെ ഒരു കൂടാരം അടിച്ച് താമസിക്കാനുള്ള ക്രമീകരണം ചെയ്യും. അടുത്ത പരിപാടി എന്തുവാ? യാഗോടെ പണിയ. ഇത് തന്റെ ഒരു സ്വഭാവമാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. താൻ പരദേശിയാണ്, ഒരു ദേശം കർത്താവ് കാണിക്കുന്നുണ്ട്, അവിടേക്ക് പോകുന്നുണ്ട്, അവിടെ ചെല്ലുമെന്നും അറിയാം. അതുവരെ മാറി താമസിക്കുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം മാത്രമല്ല നോക്കിയത്, ആഹാരം കഴിക്കാനുള്ള കാര്യം മാത്രമല്ല നോക്കിയത്, താമസം ഒരുക്കിയാൽ പിന്നെ അടുത്തത് യാഗപീഠം പണിയുക, ദൈവത്തെ ആരാധിക്കുക. ഇത് തന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. യാഗം കഴിക്കുക, യാഗപീഠം പണിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സാധാരണഗതിയിൽ സാമ്പത്തികമായിട്ട് ചെലവുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഹാബിറ്റ് ആക്കണം. ഏതാ? ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം പഠിക്കുന്ന, കൂട്ടായ്മയ്ക്ക് പോകുന്ന, ഇതൊരു ഹാബിറ്റായിട്ട് മാറണം.
സൗകര്യം കിട്ടിയാൽ, സമയം കിട്ടിയാൽ ബൈബിൾ വായിക്കുന്ന പ്രകൃതം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. സൗകര്യം പോലെ സമയം കിട്ടുമ്പോൾ വായിക്കേണ്ട പുസ്തകമല്ല ബൈബിള്. സമയം കണ്ടെത്തി, സമയം സെപ്പറേറ്റ് ചെയ്ത് വളരെ വിശ്വസ്തമായിട്ട് സമയം ചിലവഴിച്ച് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു പുസ്തകമാണ് ബൈബിൾ. അതൊരു ഹാബിറ്റ് ആക്കണം. ഞാൻ അതിനെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെ ചെയ്ത ചില ആളുകളുണ്ട്. അത് ക്രമമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാവും. ദാനിയേലിൻ്റെ പുസ്തകം വായിച്ച്, ദാനിയേലിൻ്റെ പ്രവചനം 6-ാമത്തെ അധ്യായം, ദാനിയേലിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാനിയേൽ ചാപ്റ്റർ 6:10. അവിടെ വായിക്കുന്നത്, ഒരു പ്രതികൂല സാഹചര്യമുണ്ടായി, ദാനിയേലിനെതിരെ ഒരു പ്രമാണം, ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. അത് ഇച്ചിരി കടുപ്പമുള്ള കാര്യമാണ്. ആ സമയത്ത് ദാനിയേൽ ചെയ്തത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 10-ാം വാക്യം, ദാനിയേൽ ചാപ്റ്റർ 6:10. ഈ മുമ്പ് ചെയ്തു വന്നതുപോലെ തന്നെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്തുവാ? എന്നും അങ്ങനെയായിരുന്നു. യഹൂദൻ സാധാരണ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. അത് സങ്കീർത്തനത്തിൽ വായിച്ചാൽ അറിയാം. അതിൻ്റെ ക്രമം സന്ധ്യയ്ക്കും കാലത്തും ഉച്ചയ്ക്കുമാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമല്ല, സന്ധ്യയ്ക്കും കാലത്തും ഉച്ചയ്ക്കുമാണ്. കാരണം അവൻ്റെ സമയം ആരംഭിക്കുന്നത് സന്ധ്യ മുതൽ രാവിലെ വരെ, അങ്ങനെയാണ് അവൻ്റെ കണക്ക്. സന്ധ്യ മുതൽ സന്ധ്യ വരെ 24 മണിക്കൂർ. അതൊരു പതിവായിരുന്നു. പതിവായിട്ട് പ്രാർത്ഥിക്കുന്ന ആളിന് പ്രശ്നം വന്നാലും പതിവ് തെറ്റത്തില്ല, പ്രശ്നമില്ലെങ്കിലും തെറ്റത്തില്ല. നമ്മൾ സാധാരണ അധികം പ്രാർത്ഥിക്കുന്ന എപ്പോഴാണ്? പ്രശ്നം വരുമ്പോഴാണ്. അത് നല്ലതല്ല. കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മളെപ്പോഴും ഒരുപോലെ സൂക്ഷിക്കണം. കർത്താവ് നമ്മളോടുള്ള ബന്ധം സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ സൂക്ഷിക്കണം. ഇനി പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം, ബെരോവിലുള്ള ആൾക്കാരെക്കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്. ബെരോവയിലുള്ളവരെക്കുറിച്ച് 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 17:11. അവരെന്താ ചെയ്തു വന്നിരുന്നത്? തെസ്സലോനിക്കയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു. കാരണം മനസ്സിലായോ? വചനം കേൾക്കും, വചനം വിശ്വസിക്കും, വചനം കൈക്കൊള്ളും. അത് അങ്ങനെ തന്നെ ഒന്ന് ദിനം പ്രതി പരിശോധിക്കും. വീട്ടിൽ പോയിരുന്ന് ഡെയിലി ബൈബിൾ വായിക്കുമെന്ന്. ദാനിയേല് സ്ഥിരമായി പ്രാർത്ഥിച്ചു. വരെയുള്ളവര് സ്ഥിരമായിട്ട് വായിക്കുന്നവരായിരുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അതിൻ്റെ അർത്ഥം എന്തുവാ? രോഗം വന്നാലും വാഴ്ത്തും, ആരോഗ്യം വന്നാലും വാഴ്ത്തും. സന്തോഷമാണെങ്കിലും ദൈവത്തെ സ്തുതിക്കും, സന്താപമാണെങ്കിലും സ്തുതിക്കും. യുദ്ധമുണ്ടെങ്കിലും ദൈവത്തെ സ്തുതിക്കും, യുദ്ധമില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കും. യുദ്ധത്തിൽ തോറ്റാലും ദൈവത്തെ സ്തുതിക്കും. മനസ്സിലായോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും. ഇനി സങ്കീർത്തനക്കാരൻ ആ ദാവീദിനെ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ. അതിങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിൽ, ഐ ഹാവ് സെറ്റ് ദ ലോർഡ് കണ്ടിന്യൂലി ബിഫോർ മീ. ഐ ഹാവ് സെറ്റ് ദ ലോർഡ് കണ്ടിന്യൂലി ബിഫോർ മീ. എന്ത് ചെയ്യുന്ന അർത്ഥം എന്തുവാ? ഞാൻ യഹോവയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്തോ സെറ്റ് ചെയ്ത് വെച്ചത്? ഞാൻ ആശയം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാഷിംഗ് മെഷീനകത്ത് തുണി ഇട്ടാൽ അത് നമ്മൾ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് അങ്ങ് പോവും. അതങ്ങ് സമയമാകുമ്പം അതിൻ്റെ പണി പൂർത്തിയാവും. ഒരു ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യും, സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ നമ്മൾ ഉറങ്ങിപ്പോകുമോ മറന്നു പോകുന്നൊന്നും പേടിക്കണ്ട, സമയമാകുമ്പം നമ്മളെ അറിയിക്കും. ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ സെറ്റ് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് അറിയിച്ചോളൂ, ഞാൻ എവിടെ പോകണമെന്ന് അവിടുന്ന് അറിയിച്ചോളൂ, ഞാൻ എന്ത് ചെയ്യില്ലെന്ന് അവിടുന്ന് അറിയിച്ചോളൂ. ഞാൻ അത്ര ഉറപ്പാണ് എനിക്ക്. കർത്താവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം വലുതാണെന്നാണ് പറഞ്ഞ എൻ്റെ ആശയം. അപ്പോൾ ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുക. ഇദ്ദേഹത്തെ സംബന്ധിച്ച് യാഗം അർപ്പിക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു. എവിടെ പോയാലും യാഗം അർപ്പിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു നോക്കിക്കേ. മടങ്ങി വന്ന വാക്യത്തിലേക്ക് 11:17 എബ്രായ ലേഖനം. താൻ പരീക്ഷിക്കപ്പെട്ടു, ദൈവം ടെസ്റ്റ് ചെയ്തു. ദൈവം വിചാരിച്ചു ഇവന് എവിടെ പോയാലും യാഗം അർപ്പിക്കും. അവന്റെ മനോഭാവം എനിക്കറിയാം, നല്ലത് തന്നെ, ഒരു സംശയമില്ല. പക്ഷെ എങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ഒരു ടെസ്റ്റ് അങ്ങോട്ട് കൊടുത്തു, ഒരു പരീക്ഷണം, ഒരു പരീക്ഷ. കർത്താവിന് അറിയാം ഈ ടെസ്റ്റ് കൊടുത്താൽ അബ്രഹാം ജയിക്കുമെന്നറിയാം. ആ ജയിക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമെന്ന് അറിയാം. ആ ഉറപ്പിലാണ് കർത്താവ് കൊടുത്തത്. എന്താ കൊടുത്തറിയാമോ ടെസ്റ്റ് എന്നറിയാമോ? നിന്റെ ഏകജാതനായ മകനെ, ഒന്ന് നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, പിന്നെ പേരും പറഞ്ഞു, ഇല്ലയോ? നിന്റെ ഏകജാതൻ, ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ഒരു മകനെ തരാമെന്ന, ആ മകൻ മുഖാന്തരം ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുമെന്ന, അവനെയാണ് നീ യാഗം കഴിക്കേണ്ടത്.
പിന്നെ നീ സ്നേഹിക്കുന്നവനെയാണ് യാഗം കഴിക്കേണ്ടത്. പിന്നെ ഇസ്ഹാക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്ന ചിരി. ഞാൻ നിന്നെ ചിരിപ്പിച്ചു, നീ എന്നെ പ്രസാദിപ്പിക്കണം, അതതിൻ്റെ അർത്ഥം. സാധിക്കുമോ? സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും. എന്താ സാധിക്കേണ്ടത്? ഈ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ച് അവൻ ദഹിച്ചു പോയാൽ, അവൻ ചാമ്പലായി തീർന്നാൽ എങ്ങനെ ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റും അത് ഓർത്താൽ മതി. മനസ്സിലായി? എനിക്കെന്താ ദൈവത്തിന് വാഗ്ദത്തം നിറവേറ്റാൻ പറ്റത്തില്ല. പരാജയം വരുന്നത് ദൈവത്തിനാ. ഈ ചിന്ത ഭരിച്ചാൽ മതി. ദൈവത്തിന് പരാജയം വരുമോ? ഇല്ല. അപ്പൊ പിന്നെ ഏത് കാര്യം അനുസരിക്കാൻ പറ്റും. അങ്ങനെയാണ് യാഗം കഴിച്ചത്. അബ്രഹാമിന്റെ ജീവിത അനുഭവമാണ്. ഇനിയും ആ കാര്യം വിശദമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഇദ്ദേഹം എങ്ങനെ യാഗം കഴിച്ചെന്ന് വായിച്ച അതിന്റെ 19-ാമത്തെ വാക്യം, 18-19 എബ്രായ ലേഖനം 11 അർപ്പിച്ചു. തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചോടിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു. അന്നത്തെ കാലത്ത്, അബ്രഹാമിന്റെ കാലത്ത് ആരെങ്കിലും മരിച്ചോടിൽ നിന്ന് ഉയർത്ത ചരിത്രമുണ്ടോ ബൈബിളിൽ? ഇല്ല. അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. അപ്പൊ മരിച്ചവരിൽ നിന്ന് ആരും ഉയർപ്പിച്ചായിട്ട് അറിയത്തുമില്ല, കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. പിന്നെ അബ്രഹാമിന് ഇങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ, ഇങ്ങനെ വിശ്വസിക്കാൻ? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനെ പോലെ തിരികെ തരുമെന്ന് അബ്രഹാം വിശ്വസിച്ചതിന്റെ കാരണമില്ല. അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ലാത്തപ്പോ. റോമാലേഖനം 4-ാം അധ്യായം, മടങ്ങി വന്നേ, റോമാലേഖനം 4-ാം അധ്യായം, അത് ചില വിശദമായിട്ട് ഞാൻ പറയാം. അതിന്റെ 17-ാമത്തെ വാക്യം, റോമൻസ് 4:17, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. 18-ാം വാക്യം. അപ്പോൾ കർത്താവിന്റെ വാഗ്ദത്തം 18-ാം വാക്യം വായിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങ് വിശ്വസിക്കുക. അതാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ. ഇനി 19-ാം വാക്യം എന്ത് പറഞ്ഞേക്കുന്നത്? എന്തോ ആശയ്ക്ക് വിരോധം? അബ്രഹാം 100 വയസ്സുണ്ട്. തന്റെ ശരീരം നിർജീവം, ആസ് ഗുഡ് ആസ് ഡെഡ് എന്ന ഇംഗ്ലീഷ്, ആസ് ഗുഡ് ആസ് ഡെഡ് എന്ന് വെച്ചാൽ മരിച്ചതാ. പിന്നെ അടുത്തത്, രണ്ട് വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. തന്റെ ശരീരം നിർജീവം എന്ന് പറഞ്ഞാൽ മരിച്ചത്. സാറയുടെ ഗർഭപാത്രം നിർജീവം, മരിച്ചത്. അപ്പൊ അബ്രഹാം മരിച്ചൊരു മനുഷ്യൻ, സാറയുടെ ഗർഭപാത്രം മരിച്ചതുമാണ്. മരിച്ച ഒരാളിനെ മറ്റൊരാളെ സൃഷ്ടിക്കുവാൻ കഴിയുമോ? ഇല്ല. മരിച്ച ഒരു ചെടി, മരിച്ച ഒരു വൃക്ഷം, അല്ലെങ്കിൽ അഴുകിപ്പോയ ഒരു വൃക്ഷം പിന്നെ ഒരു പൂവോ കായോ ഫലമോ പുറപ്പെടുവിക്കുമോ? ഇല്ല. മരിച്ചെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം. അബ്രഹാം പറയുന്നത് എന്റെ ശരീരം മരിച്ചു. ഏത് കാര്യത്തിനാ? ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയാതെ വണ്ണം എന്റെ ശരീരം മരിച്ചു. എനിക്ക് 100 വയസ്സുണ്ട്. എന്റെ ഭാര്യയുടെ ഗർഭപാത്രം മരിച്ചു. ഗർഭപാത്രത്തിലാണ് കുഞ്ഞുണ്ടാകേണ്ടത്. ആ ഗർഭപാത്രം മരിച്ചു. അപ്പൊ നിർജീവമായ മരിച്ചതിൽ നിന്ന് ജീവൻ ഉളവാകുമോ? പറ. ഇല്ല. അബ്രഹാം പറയുന്നു ഉളവാകുമെന്ന്. അതാണ് ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്, ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ഈ ആശയമാണ് നമ്മൾ 15-ാം അധ്യായത്തിൽ വായിച്ചത്. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പിക്കാൻ അവൻ, ഞാൻ മരിച്ചവനാ. അബ്രഹാം പറഞ്ഞു, ഞാൻ മരിച്ചവനാ, എന്റെ ഭാര്യയുടെ ഗർഭപാത്രം മരിച്ചതാ. എന്നെ ജീവിപ്പിക്കാൻ, എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തെ ജീവിപ്പിക്കാൻ, ഞങ്ങളിലൂടെ ഒരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ആ ദൈവത്തിന് ഞാൻ ഇവനെ യാഗം കഴിച്ചാൽ ആ ചാരത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട്, എന്തൊരു വിശ്വാസമായത്! എന്തൊരു വിശ്വാസമായത്! ഇത് അനുഭവത്തിൽ നിന്നുള്ള വിശ്വാസമാണ്. അനുഭവത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പം, നദിക്കക്കരെ നിന്ന് ഇറങ്ങി തിരിച്ചപ്പം അബ്രഹാമിന്റെ അപ്പനും വല്യപ്പനും ഒക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നുവെന്ന് യോശുവ പറഞ്ഞിട്ടുണ്ട്. ഒരറിവുമില്ല ദൈവത്തെക്കുറിച്ച്. ഒരറിവില്ലാത്തപ്പം വാ പുറപ്പെട എന്ന് പറഞ്ഞ് അങ്ങനെ പുറപ്പെട്ട മനുഷ്യനാണ്. അന്ന് തുടങ്ങിയ വിശ്വാസ ജീവിതമാണ്.
ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. എന്ത് കണ്ടുകൊണ്ടാ? ഒന്നും കണ്ടുകൊണ്ടല്ല. വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമുക്ക് അബ്രഹാമിനെ പോലെ ഈ നിലയിൽ ബലപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കും. ഇവരോട് പറഞ്ഞ വാഗ്ദത്തപ്രകാരം നോക്കിയാൽ അബ്രഹാമിൽ നിന്ന് ഒരു ജാതി ഉണ്ടായി. ഒരു ജാതി. സാറയിൽ നിന്ന് ഒരു മകനുണ്ടായി. നിനക്കൊരു മകനുണ്ടാവുന്നില്ലേ പറഞ്ഞേ? അതെ, അടുത്ത വർഷം നിനക്ക് ഒരു മകനുണ്ടാകും. സാറയോട് ഒരു മകനുണ്ടാകുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അബ്രഹാമിന് പറഞ്ഞത് നിന്നിൽ നിന്ന് ബഹുജാതികൾ. മരിച്ച സാറയിൽ നിന്ന് ഒരു മകൻ, മരിച്ച അബ്രഹാമിൽ നിന്ന് അനേക ജാതികൾ. അങ്ങനെ ഉണ്ടാക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. അതിന് സാധിക്കണമെങ്കിൽ അബ്രഹാം നോക്കിയത് തന്നിലേക്കല്ല, വാഗ്ദത്തം പറഞ്ഞ കർത്താവിലേക്കാണ്. അബ്രഹാം നോക്കിയത് തന്റെ ബലഹീനതയല്ല, സർവശക്തനായ കർത്താവിലേക്കാണ്. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും നോക്കുന്നത് എവിടെയാ? നമ്മിലേക്കാ. നമ്മുടെ ബലഹീനത, നമ്മുടെ പ്രയാസം, നമ്മുടെ കുറവ്, നമ്മുടെ രോഗം, നമ്മുടെ കഷ്ടത, നമ്മുടെ സാഹചര്യം, നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വിളിച്ച കർത്താവിനെ നോക്കണം. കർത്താവിനെ നോക്കിയാൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് തൽക്കാലം അബ്രഹാമിന്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. അബ്രഹാം വിശ്വാസത്തിൽ വീരനാകാനുള്ള കാരണം, ഒന്ന്, അവൻ വേർപാട് പാലിച്ചു. രണ്ട്, അവൻ സാക്ഷ്യം പുലർത്തി. മൂന്നാമത്തേത്, യാഗം കഴിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ പരീക്ഷിച്ചു. ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാതെ വണ്ണമുള്ള വിശ്വാസം തനിക്കുണ്ടായി. അതിൻ്റെ നന്മ അനുഭവിച്ചു. ഇന്നും അബ്രഹാം അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. വിശ്വാസികളുടെ മധ്യത്തിൽ വിശ്വാസികളുടെ പിതാവാണ്. യഹൂദന്മാരുടെ മധ്യത്തിൽ അവരുടെ ഏറ്റവും ഉന്നതനായ അബ്രഹാം പിതാവ് എന്നറിയപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ മധ്യത്തിൽ ഇബ്രാഹിം നബിയായിട്ട് അറിയപ്പെടുന്നു. ലോകം മുഴുവനും ഒരു പിതാവിനെ പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന അബ്രഹാമിന്റെ ജീവിതം വിശ്വാസത്തിന്റെ പരിണിത ഫലമാണ്. നാമും വിശ്വാസത്തിൽ ബലപ്പെട്ടു നിന്നാൽ നിശ്ചയമായിട്ടും വീരന്മാരായി തീരുവാൻ സാധിക്കും. കർത്താവിന് വരവെങ്കിൽ ന്യായമായ പ്രതിഫലവും സ്ഥാനമാനം വാങ്ങിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ പ്രതാപത്തോടെ തന്നെ വാഴുവാനും സാധിക്കും. ഈ ചിന്ത അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന് വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.